ആയിട്ട് ചക്കക്കുരും കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിൽ ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് ചതച്ചത്, മസാലപ്പൊടി ഇത്രയും ചേർത്തിളക്കി അടപ്പിൽ വെച്ച് വേവിക്കണം. അത് വേകുന്ന സമയം കൊണ്ട് അതിനുള്ള കൂട്ട് നമുക്ക് ഇപ്പുറത്തോട്ട് തയ്യാറാക്കാം. 2-3 കറുകപ്പട്ട ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, 20ഓളം വരുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുത്തു വഴറ്റിയതിന് ശേഷം അതിനകത്ത് നമ്മൾ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുത്തു, കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. അതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും ചേർത്തു. മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അതിനകത്തോട്ട് 2.5 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അതിനുശേഷം ഇളക്കി കൊടുക്കണം. നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് അത് നല്ലതുപോലെ ആ ഗ്രേവി കുറുകി വരുമ്പം നമുക്ക് ഈ വെന്തിരിക്കുന്ന ചക്കക്കുരു കൂഞ്ഞ് എടുത്ത് അതിനകത്തോട്ട് തട്ടി ഇളക്കി കൊടുക്കണം. അതിനുശേഷം കടുക് വറക്കുന്നതിന് വേണ്ടി വെണ്ണ ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പിട്ട് മൂപ്പിക്കാം. ഇച്ചിരി തേങ്ങാക്കൊത്ത് കടുക് തളിക്കുകയാണ്. അതിനായിട്ട് കടുകും നമ്മൾ വറ്റൽമുളകും മാത്രം മതി, കറിവേപ്പിലയും മതി, അതിനകത്തോട്ട് ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ അവസാനമായി കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്തിളക്കുക. അങ്ങനെ ചക്കക്കുരു ചക്കക്കൂഞ്ഞ് പുരട്ടൽ റെഡി.